ഫസ്റ്റ് ഷോട്ട് മുതൽ, അതായത് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്നവിടെ മുതൽ പടം തീരുന്നത് വരെ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് എക്സ്പെരിമെൻ്റൽ മൂവി എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റൽ ഹുഡുകാരു ബേക്കാഗിഡരെ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിതിൻ കൃഷ്ണമൂർത്തി, ലാംഗ്വേജ് കന്നഡയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കോളേജ് ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റലാണ് കാണിക്കുന്നത്. ഇവിടെ അലമ്പന്മാരായിട്ടുള്ള കുറേ വിദ്യാർത്ഥികൾ, ഇവർ തൊട്ടതിനും പിടിച്ചതും എല്ലാം സ്ട്രൈക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ഇവരെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത് ഒരു ഹോസ്റ്റൽ വാർഡനാണ്. ഈ പുള്ളിയും ഭയങ്കര കലിപ്പനായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ ഈ വിദ്യാർത്ഥികൾ ഒരാൾ ഇവന് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവൻ്റെ ആ റൂമിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നതാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ പോയിരിക്കുന്ന വേറെ ലെവലാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളും പെട്ടെന്ന് ഇതിലെ കട്ട്സും ഷോർട്സും എല്ലാം ഒരു പക്ക എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് ഒരു ഷോർട്ട് ഫിലിം പിടിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതും അതിനുശേഷം ഇവർ ഷോർട്ട് ഫിലിം പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഇവർ ഈ കാര്യങ്ങളെല്ലാം ഒരാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സിനിമ കുറച്ചും കൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഒരാൾ ഇതിൻ്റെ അകത്ത് ക്യാമറമാനായിട്ട് വരുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിലെടുത്ത്. അപ്പോൾ അവനാണ് പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇവൻ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ വൺ കട്ട് ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഒരു സിനിമയുണ്ട്. ആ സിനിമയൊക്കെ പോലെ ഒരു സിംഗിൾ ഷോട്ടല്ല, എല്ലാം ഈ ക്യാമറയിലാണ് പോകുന്നത്. ഒരു പക്ക ഫ്രെയിമും കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ള സിനിമയൊന്നും അല്ല ഇത്. ഒരു ഏരിയ കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ക്യാമറ കൊടുത്ത് നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു, അങ്ങനെ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ആ വീഡിയോയിലൂടെയാണ് നമ്മൾ ഈ സിനിമ ഫുള്ള് കാണുന്നത്. അവസാനം വരെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. എക്സ്പെരിമെൻ്റൽ മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ എല്ലാവർക്കും ദഹിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ സിനിമ വാച്ച് ചെയ്യുന്നത്. ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാം, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം.